Now, നമ്മൾ ആദ്യം പറഞ്ഞു വാം ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന നോർമൽ ചേഞ്ചസും കോൾഡ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചസും എന്താണെന്നുള്ളത്. ഇനി ഈ നോർമൽ വാം ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിലും മുകളിൽ ടെമ്പറേച്ചർ പോകുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് ഇസ് സംതിങ് കോൾഡ് ആസ് ഹീറ്റ് റിഗർ. ദാറ്റ് ഇസ് ഹീറ്റ് കാരണം ഉണ്ടാകുന്ന റിഗറിനെയാണ് ഹീറ്റ് റിഗർ എന്ന് പറയുന്നത്. റിഗർ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ സ്റ്റിഫനിങ് ആണ്. സോ ഈ സ്റ്റിഫനിങ് ഹീറ്റ് കാരണം ഉണ്ടാകുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹീറ്റ് റിഗർ. കോൾഡ് കാരണം ഉണ്ടാകുമ്പം കോൾഡ് ട്രിഗർ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, ലൈക്ക് ഡെത്ത് കാരണം ഉണ്ടാകുന്ന റിഗർ ആണെങ്കിൽ റിഗർ മോർട്ടിസ് എന്ന് വിളിക്കും. മോർട്ടിസ് മീൻസ് ഡെത്ത്. സോ ഡെത്ത് കാരണം ഉണ്ടാകുന്ന റിഗർ ഇസ് കോൾഡ് ആസ് റിഗർ മോർട്ടിസ്. സോ നമുക്ക് റിഗർ എന്താന്ന് സംസാരിക്കാം. ഹീറ്റ് ഓർ ഹോട്ട് ടെമ്പറേച്ചർ ഓർ ഹീറ്റ് റിഗർ എന്ന് പറയുന്നത് ഇസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 60 ഡിഗ്രി സെൽഷ്യസ് ഈ മസിൽസിന് 60 ഡിഗ്രിക്ക് മുകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ 60 ഡിഗ്രിക്ക് നിൽക്കുമ്പോഴാണ് ഹീറ്റ് റിഗർ ഉണ്ടാവുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഷോർട്ടനിങ്, ദറ്റ് ഇസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഷോർട്ടൻഡ് ആൻഡ് സ്റ്റിഫനിങ് ഓഫ് ദി മസിൽ ഫൈബേഴ്സ്. കട്ടിയാകുവാണ് മസിൽ ഫൈബർ ആ പൊസിഷനിൽ. ഹീറ്റ് റിഗർ is the rigor that occurs due to increased temperature and is an irreversible phenomena. ആ ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഫ്രൈയിങ് എ ഫിഷ്. ഫിഷിൻ്റെ മസിൽസ് എന്ന് പറയുന്നത് എന്തുവാ, നമ്മുടെ മാതിരി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ചൂട് കൂട്ടി അതിനെ ഫ്രൈ ചെയ്തെടുത്താൽ വാട്ട് ഇസ് ഹാപ്പനിങ്, പിന്നെ അതിനെ തിരിച്ച് ആ ദശയുടെ മാതിരി ഉള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മസിൽ ഹീറ്റ് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഇൻ ടു റിഗർ, സ്റ്റിഫനിങ് ഓഫ് ദാറ്റ് മസിൽ ഫൈബർ, ആൻഡ് ഇറ്റ് ഇസ് ആൻ ഇറിവേഴ്സിബിൾ ഫിനോമിന. ആൻഡ് ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു ദി കോയാഗുലേഷൻ ഓഫ് ദി മസിൽ പ്രോട്ടീൻസ്. ആ മസിൽസിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസ് എല്ലാം തിക്കൻ ചെയ്ത് ആക്റ്റിനും മയോസിനും തിക്കൻ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ കോസ് ആയിട്ട് പറയുന്നത് ഹീറ്റ് റിഗറിന്. നൗ വേറെ തരം ടൈപ്സ് ഓഫ് റിഗർസ് പറയുന്നത് ഇസ് കോൾഡ് റിഗർ, കാൽഷ്യം റിഗർ ആൻഡ് റിഗർ മോർട്ടിസ്. കോൾഡ് റിഗർ എന്ന് പറയുന്നത് എക്സ്പോഷർ ടു സിവിയർ കോൾഡ്, നല്ല തണുപ്പത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ഹീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടാതെ വരുമ്പം ഉണ്ടാവുന്ന റിഗറിനെയാണ് കോൾഡ് റിഗർ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ ഇറിവേഴ്സിബിൾ. ആ ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചതിനെ നോർമൽസിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളൊരു ഫ്രീസറിനകത്ത് കയറിയിരിക്കുന്നതിന് തുല്യം. നൗ കാൽഷ്യം റിഗർ എന്ന് പറയുന്നത് ഇസ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ കാൽഷ്യം കണ്ടൻസ്. സോ കാൽഷ്യം എന്ന് പറയുന്നതാണ് അയോൺസ് ട്രാൻസ്ഫർ റിലീസ് ആവുന്നത്, സിസ്റ്റേൺസിൻ്റെ അകത്തുനിന്ന് റിലീസായിട്ട് ആക്റ്റിൻ മയോസിൻ ക്രോസ് ബ്രിഡ്ജിങ്സ് ഒക്കെ നടക്കുന്നത്. സോ ഇത് എക്സസീവായിട്ട് നിൽക്കുമ്പം വെളിയിൽ വിതിൻ ദി മസിൽ ഫൈബേഴ്സിൽ നിൽക്കുമ്പം ഈ കോൺട്രാക്ഷൻ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും, ആൻഡ് ദാറ്റ് വിൽ കോസ് റിഗർ. നൗ ദ തേർഡ് ഇസ് റിഗർ മോർട്ടിസ്. മോർട്ടിസ് എന്ന് പറയുന്നത് ഡെത്ത് ആണ്. സോ ഡെത്ത് കാരണം ഉണ്ടാകുന്ന റിഗറിനെയാണ് റിഗർ മോർട്ടിസ് എന്ന് വിളിക്കുന്നത്. So let's talk a little more in detail about what rigor mortis is.